അർഹതയില്ലാത്ത അവസരങ്ങളും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ അതിനോട് നീതി പുലർത്തുവാനോ തനിക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനോ പലപ്പോഴും ആളുകൾക്ക് സാധിക്കുകയില്ല. ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആനുകൂല്യത്തിൻ്റെ പേരിൽ അധികാര സ്ഥാനത്തെത്തിയ ഒരു നേതാവ് UDF മന്ത്രിസഭയ്ക്കും UDF എന്ന രാഷ്ട്രീയ മുന്നണിക്കും തന്നെ ബാധ്യതയാകുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കേരളം കാണുന്നുണ്ട്. ആ നേതാവിനെക്കുറിച്ച്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവസരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹം ഇപ്പോൾ മന്ത്രി പദവിയിലിരുന്ന് കാണിക്കുന്ന അല്പത്തരങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ആരാണ് ഈ നേതാവ് എന്ന് ചോദിച്ചാൽ അത് CP ജോണാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ തിളക്കമുണ്ടായിരുന്ന നേതൃമുഖമായിരുന്നു CP ജോൺ. എന്നാൽ MV രാഘവൻ എന്ന നേതാവ് CPM-നോടിടഞ്ഞ് പാർട്ടിക്ക് പുറത്തുപോയി പുതിയ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചപ്പോൾ ആ കക്ഷിയുടെ ഭാഗമായി CP ജോണും UDF-ലേക്ക് എത്തുകയായിരുന്നു. MV രാഘവൻ ഉണ്ടായിരുന്ന കാലത്തും MV രാഘവൻ ഇല്ലാതിരുന്ന കാലത്തും MV രാഘവൻ തിരികെ ഇടതുമുന്നണിയുടെ പാളയത്തിലേക്ക് മടങ്ങിയപ്പോഴും CP ജോൺ എന്ന നേതാവ് എല്ലാ കാലത്തും UDF-നൊപ്പം അടിയുറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയേക്കാൾ, വ്യക്തിപ്രഭാവത്തേക്കാൾ എത്രയോ വലിയ പരിഗണനയാണ് ലഭിച്ചിരുന്നത് എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പലവട്ടം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വട്ടം പോലും ജയിക്കുവാൻ CP ജോണിന് സാധിച്ചിട്ടില്ല. ശക്തമായ UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും CP ജോൺ സ്ഥാനാർത്ഥിയായപ്പോൾ ആ മണ്ഡലങ്ങൾ UDF-ന് പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ നിയമസഭയിൽ CP ജോൺ ഉണ്ടാകണമെന്ന വാശി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരേക്കാളേറെ വെച്ചു പുലർത്തിയത് കോൺഗ്രസിൻ്റെ നേതൃത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് സുഖമായി വിജയിക്കുവാൻ കഴിയുന്ന ഒരു നിയോജക മണ്ഡലം അദ്ദേഹത്തിനായി വിട്ടു നൽകിയതും. ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് മുൻപ് ജനപ്രതിനിധിയായിരുന്ന, ഈ തവണയും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു പരീക്ഷണം കോൺഗ്രസ് നടത്തിയത്. അതിൻ്റെ നഷ്ടം കോൺഗ്രസിനും VS ശിവകുമാറിനുമാണ് ഉണ്ടായത്. അരുവിക്കരയിൽ ശിവകുമാർ പരാജയപ്പെട്ടപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുവാനും മന്ത്രിസഭയിൽ ഇടം നേടുവാനും CP ജോണിന് സാധിച്ചു. എന്നാൽ ഈ മഹത്വമൊന്നും മനസ്സിലാക്കാതെയാണ് CP ജോണും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ആദ്യം CP ജോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ ഒരു കൃത്യവിലോപം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ, ഈ രാജ്യത്തിൻ്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ ഒരു വാഗ്ദാനമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര. രാഹുൽ ഗാന്ധി നൽകിയ ഈ വാഗ്ദാനം ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ തീരുമാനമെടുത്ത് നടപ്പാക്കുവാൻ UDF സർക്കാർ, VD സതീശൻ സർക്കാർ തീരുമാനമെടുക്കുകയും ഈ കഴിഞ്ഞ മാസം തന്നെ അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗതാഗത വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന CP ജോണിന് ഈ പദ്ധതിയുടെ മഹത്വമോ അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമോ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു പരാമർശം ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. CP ജോൺ പറഞ്ഞത് ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾ ഫീസ് കൊടുത്ത് തങ്ങളുടെ മക്കളെ പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ സൗജന്യ യാത്രയുടെ ആനുകൂല്യം സ്വീകരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും നേരെയുള്ള ഒരു അധിക്ഷേപ പരാമർശമാണ് CP ജോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വസ്തുത നാം ഇവിടെ മറന്നു പോകരുത്. എന്നാൽ CP ജോൺ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ കടുത്ത അമർഷം രേഖപ്പെടുത്തുവാനും ഇത്തരം ഒരു പ്രവർത്തനം ആവർത്തിച്ചാൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുവാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കൃത്യമായ ഒരു തീട്ടൂരം മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചപ്പോൾ തന്നെ തൻ്റെ എല്ലാ അഹങ്കാരവും ഗർവും ഉപേക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കുവാൻ CP ജോൺ തയ്യാറായി എന്നുള്ളതും മാതൃകായോഗ്യമായിട്ടുള്ള ഒരു സമീപനമാണ്. അല്ലെങ്കിൽ തന്നെ സ്വന്തം നിലയിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് പോലും കെട്ടിവെച്ച കാശ് നേടിയെടുക്കുവാൻ കെൽപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക്, ഒരു നേതാവിന് ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ മാത്രമല്ല CP ജോണും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ബാധ്യതയായി തീരുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഗതാഗത വകുപ്പിലെ ട്രാൻസ്ഫറുകളുടെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് CP ജോണിൻ്റെ പാർട്ടി നേതാക്കൾ, പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും നടത്തുന്നുണ്ട് എന്ന ആക്ഷേപവും
ഉയർന്നു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഗതാഗത വകുപ്പിൽ ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയുണ്ടെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയാണ് CP ജോണിൻ്റെ പാർട്ടി പ്രവർത്തകർ വാങ്ങുന്നത്, ആവശ്യപ്പെടുന്നത് എന്നുള്ള അനൗപചാരിക റിപ്പോർട്ടുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രവണതയ്ക്ക്, ഈ ഒരു അഴിമതിയുടെ മനോഭാവത്തിന് മൂക്കുകയറിടുവാനും CP ജോണിന് സാധിച്ചില്ല എങ്കിൽ അദ്ദേഹം ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തവും ബാധ്യതയുമായി UDFിൽ തുടരുകയും ആത്യന്തികമായി UDFിൻ്റെ VD സതീശൻ സർക്കാരിൻ്റെ തിളക്കത്തിന് കാര്യക്ഷമമായ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. CP ജോൺ ഒരു അഴിമതിക്കാരനാണ് എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് CMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പല ഇത്തിൽക്കണ്ണി നേതാക്കളും അഴിമതിക്കാരാണ് എന്ന് നമുക്ക് ഉറച്ചു പറയുവാൻ സാധിക്കും. അവർ വ്യാപകമായി പണപ്പെരുവ് നടത്തി തന്നെയാണ് പല പോസ്റ്റിങ്ങുകളും ട്രാൻസ്ഫറുകളും നടത്തുന്നത് എന്നതും നമുക്ക് ഉറച്ചു പറയുവാൻ സാധിക്കും. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൈക്കൂലി മേടിച്ച് ഏതെങ്കിലും പോസ്റ്റിംഗ് നേടുമ്പോൾ അവരും ആ പണം ഈടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ ഭാരവും ദുരിതവും പേറേണ്ടി വരുന്നതും ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതായത് ഇത്തരത്തിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് പോസ്റ്റിങ്ങും ട്രാൻസ്ഫറും മേടിച്ചെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് ആവശ്യങ്ങളുമായി സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ എത്തിച്ചേരുമ്പോൾ അവർ കൃത്യമായും ഇവരോട് കൈക്കൂലി ആവശ്യപ്പെടും, അവരെ ചൂഷണം ചെയ്യും, അവരെ മുതലെടുക്കും. കൈക്കൂലി നൽകുവാൻ കൂട്ടാക്കാത്തവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാതെ അവരെ മെനക്കെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവണതയ്ക്ക് അറുതി കാണുവാനുള്ള ഉത്തരവാദിത്വവും അഴിമതിക്കാരനല്ല എങ്കിൽ കൂടിയും CP ജോണിനുണ്ട്. കൂടെയുള്ളവരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ആർജവും CP ജോൺ ഈ ഘട്ടത്തിൽ കാണിക്കേണ്ടതാണ്. CP ജോൺ വലിയ ബുദ്ധിജീവിയായിരിക്കാം, സാമ്പത്തിക വിദഗ്ധനായിരിക്കാം, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രതിഭയുള്ള നേതാവായിരുന്നിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുമായിരിക്കാം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ മഹത്വത്തെക്കുറിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം കഴിവുണ്ടായിരുന്ന പല മഹാരഥന്മാരും അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണും മെഴുകിയത് കൊണ്ട് തന്നെയാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇടതുമുന്നണി എന്ന മുന്നണി സംവിധാനവും ഇന്ന് ദയനീയമായി പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന ഓർമ്മ CP ജോണിനെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഉണ്ടാവേണ്ടതാണ്. ഇനി അതല്ല, ഇത് തൻ്റെ അവസാനത്തെ അവസരമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിൻ്റെ അവസാനത്തെ അവസരമാണ് എന്ന മനോഭാവത്തോടു കൂടി CP ജോണോ കൂടെയുള്ള രാഷ്ട്രീയ നേതാക്കളോ മുൻപോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് മൂക്കുകയറിടുവാനുള്ള ഉത്തരവാദിത്തം ഇവിടെ UDFിനാണ്, കോൺഗ്രസിനാണ് എന്നതും ഓർക്കേണ്ടതാണ്. CP ജോണിനെ പോലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപക്വമായ ഈ അഭിപ്രായ പ്രകടനങ്ങൾ UDFിന് അനുകൂലമായി വോട്ട് ചെയ്ത വലിയൊരു ജനവിഭാഗത്തെ വലിയ നിരാശയിലേക്ക് തള്ളിവിടുന്നുണ്ട്. UDFിന് വേണ്ടി ആവേശപൂർവ്വം വോട്ട് ചെയ്ത സ്ത്രീകൾക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CP ജോണിൻ്റെ കേവലമായ ഒരു ഖേദപ്രകടനം കൊണ്ട് ഈ വിഷയം അവസാനിക്കുകയില്ല. നേരെ മറിച്ച് ഏറ്റവും ആത്മാർത്ഥമായി ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ക്ഷമിക്കാമെന്ന ഒരു മനോനിലയിലേക്ക് അവരുടെ ചിന്തകളെ എത്തിക്കുന്ന രീതിയിൽ ഇതിലും താണുകേണ് മാപ്പ് അപേക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും CP ജോണിനുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പരിഹാസച്ചിരിയും ബൗദ്ധികമായ വിശകലനങ്ങൾ കൊണ്ടും അവസാനിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്താവനയോ ഒരു മുറിവോ അല്ല അദ്ദേഹം കേരളത്തിലെ ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിൽ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് പ്രായശ്ചിത്തം കാണുവാനുള്ള ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അയാളത് കാണുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ നിന്ന് ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ പുറത്തുപോകലിനും ഈ സാഹചര്യങ്ങൾ വഴിവെച്ചേക്കാം. ഏതൊക്കെയാണെങ്കിലും അർഹിക്കാത്ത അവസരം ലഭിച്ച അല്പൻ്റെ നിലയിലുള്ള പ്രതികരണങ്ങളും നിലപാടുകളും ശൈലിയുമാണ് CP ജോണിൻ്റെ ഭാഗത്തു നിന്നും CMP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു തിരുത്തൽ അനിവാര്യമാണ്. ഏറ്റവും ഉടൻ തന്നെ ആ തിരുത്തൽ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ആ തിരുത്തൽ നടപ്പാക്കിയില്ല എങ്കിൽ അത് UDFിന് വലിയ പരിക്കേൽപ്പിക്കും എന്ന ചിന്ത മാത്രം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.